ഇന്ന് 125-ാം സ്നേഹസംഗമത്തിന്റെ നിറവിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ചയും കൃത്യം 1:30 ആരംഭിക്കുന്ന ഈ സ്നേഹസംഗമം ഇത്ര വിജയമാക്കി തീർത്തത് നമ്മളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം തന്നെയാണ്. പ്രാർത്ഥനയോടെ സ്നേഹസംഗമത്തിന് തുടക്കം കുറിക്കാം. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി ശ്രീ തങ്കച്ചൻ DJ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ. ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ ആരുമില്ലാത്തവർ കഭയം നൽകും കാരുണ്യനാഥ കൃപ ചൊരിയണമേ. കാരുണ്യനാഥ കൃപ ചൊരിയണമേ. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ. അകലാതെ അകലുന്ന സ്നേഹാംബരം നീ അറിയാതെ പോകുന്നു എന്തംബരം. അകലാതെ അകലുന്ന സ്നേഹാംബരം നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം. അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ. അടുത്തതായി സ്നേഹസംഗമത്തിൽ പങ്കുചേരുന്നത് വിവിധ മേഖലയിലുള്ളവരാണ്. അവരെല്ലാവരെയും ഹൃദ്യമായ ഭാഷയിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക എന്നതാണ് നമ്മളുടെ കർത്തവ്യം. അതിനായി കുമാരി ഷാലി വെങ്ങിനിശ്ശേരിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തപ്പെടുന്ന 125-ാമത്തെ സ്നേഹസംഗമത്തിലാണല്ലോ നാം എല്ലാവരും. ഏതൊരു മീറ്റിംഗിന്റെയും ആരംഭത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി തന്നെ എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ആദ്യമായി തന്നെ നമ്മുടെ പ്രിയങ്കരനായ ദർശന ക്ലബ്ബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ അവറുകളെ അതീവ താല്പര്യത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനെത്തിയ റവറൻ ഫാദർ ജാക്സൺ തെക്കുംപീടിക എന്നീ അവറുകളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന ഡോക്ടർ സച്ചിൻ, കമ്മ്യൂണിറ്റി മെഡിസിൻ അമല മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തൃശൂർ എന്നീ അവറുകളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദർശന ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ
ഷിബിൻ ഹാരിയെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദർശന ക്ലബിന്റെ സെക്രട്ടറിയായ ജ്വലന TS എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദർശന ക്ലബിന്റെ PRO ശ്രീ പിയൂസ് KP കോട്ടപ്പുറം എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്നേഹസംഗമത്തിന്റെ ഹാങ്ങറായ ലീന MJ നാട്ടിക എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ പ്രാർത്ഥനാ ഗാനം ആലപിച്ച ശ്രീ തങ്കച്ചൻ TJ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ റിപ്പോർട്ട് വളരെ മനോഹരമായി വളരെ ലളിതമായി അവതരിപ്പിച്ച ശ്രീ ജോസ് കൊരട്ടി എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാമിന്റെ അവസാനത്തെ ചടങ്ങായ നന്ദി പറയുവാനെത്തിയ ശ്രീമതി സിന്ധുമോൾ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗ്രൂപ്പിനെ വളരെയധികം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ലില്ലി ആറ്റുത്തറയെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹസംഗമത്തിൽ സന്നിഹിതരായ എല്ലാവരെയും ദർശന ക്ലബിന്റെ എല്ലാ മെമ്പർമാരെയും എന്റെ പേരിലും ഈ ക്ലബിന്റെ പേരിലും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ശ്രീ ജോസേട്ടൻ കുട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടി മാറ്റ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതരെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിതരെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിതരെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിതരെ ശിങ്കാരിമണ ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ് ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. സ്ഥിരഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കാനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 436 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ട സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ഏതൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏതൻ ഗ്രൂപ്പ്. മക്കളില്ലാത്തതിന്റെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേരിടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്ക് അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 7000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകളെ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിന് വേണ്ട ധ്യാനങ്ങൾ, ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. പഠനക്കളരി കമ്പ്യൂട്ടർ പഠിക്കുന്നതിന് വേണ്ടി വീട്ടേക്ക് എന്ന വാട്സപ്പ് ഗ്രൂപ്പും ഇന്നത്തെ ആധുനിക രീതിയിൽ കണക്കിനെ പറ്റി അറിയുന്നതിനെ കണക്കറിവ് എന്ന വാട്സപ്പ് ഗ്രൂപ്പും PSC പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ചെയ്തു വരുന്നു. കൂടാതെ വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അത്ലറ്റ് മീറ്റും വീൽചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉടമ്പലി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയംതൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന്
സുമനസുകളായ വ്യക്തികളുടെ DSS ദർശന എന്ന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായി ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും വേണ്ട ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളും 1:30 ദർശന ക്ലബ്ബ് ഓൺലൈനിലൂടെ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിംഗുകൾ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയുള്ള പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. പ്രിയമുള്ളവരെ, 28/10/2023 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 124ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട് അവതരണം ശ്രീ ലിജോ കോഴിക്കോട്. പ്രാർത്ഥനാഗാനം ശ്രീ ജെയ്സൺ കൊരട്ടി. സ്വാഗതം കുമാരി ജീനി അങ്കമാലി. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ ജോസ് കൊരട്ടി. പിന്നീട് അധ്യക്ഷൻ സോളമച്ചൻ. ജെറുസലേമിൽ ധ്യാനം നടക്കുന്നു. 50 പേരോളം പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നന്മ ഒരു ലഹരിയാണ്. ഈ കൂട്ടായ്മ ശക്തിയായി നീങ്ങട്ടെ. 124ാം സ്നേഹസംഗമത്തിന്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്യാനെത്തിയത് സാഗർ രൂപതയിലെ ഫാദർ സിൻഡോ മംഗളൻ അച്ഛനായിരുന്നു. ബഹുമാനപ്പെട്ട സോളമച്ച, ശ്രീ നിതിൻ സാറെ, ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ മാസം കൊന്തമാസമാണ്. ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്നു. സിസ്റ്റർ കരുണ വഴിയാണ് ഗ്രൂപ്പിലെത്തിയത്. നിങ്ങളെ കാണാൻ സാധിച്ചത് നന്ദി. നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 124ാം സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി പാവട്ടി പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി പോലീസ് ഓഫീസർ ശ്രീ KV നിതിൻ സാറായിരുന്നു. ഇന്നത്തെ അവസ്ഥയിലെ ലഹരിയെ പറ്റി വിശദമായി തന്നെ പറഞ്ഞു തന്നു. വന്നതും വരുന്നതുമായി വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഉദാഹരണ സഹിതം പറഞ്ഞു തരികയും ചെയ്തു. ഈ ആഴ്ച സോമനാഥനെ കണ്ടു. വളരെ സന്തോഷം. നിങ്ങൾ വളരെ നല്ല കഴിവുകളുള്ളവരാണ്. ഇത്രയും വിശദമായി പറഞ്ഞു തന്ന സാറിന് നന്ദി പറഞ്ഞു. എല്ലാവർക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് നിർത്തുന്നു. യോഗാവസാനം ശ്രീ സജീവ് KK നന്ദി പറഞ്ഞ് യോഗം അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ട് യോഗ സംരക്ഷണം അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. കാഴ്ചയൊന്നുമല്ല ജീവിതത്തിന്റെ അവസാന ഭാഗത്തെ മനസ്സിലുറച്ച് വിവിധ തരത്തിൽ രോഗാവസ്ഥയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ച് ആ വെളിച്ചത്തിൽ മുന്നോട്ട് വളരെ ഉത്സാഹത്തിൽ നടന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ ദർശന ക്ലബിന് വേണ്ടി നടത്തുന്ന നമ്മളുടെ പ്രിയ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMA അച്ഛനാണ്. അച്ഛനെ ഏറ്റവും ആദരവോടെ സ്നേഹ സംഗമത്തിലെ അധ്യക്ഷ പദവിയിലേക്ക് ക്ഷണിക്കുന്നു.
അടുത്തതായി നമ്മൾ ഏറെ കാത്തിരുന്ന ഒരു നിമിഷമാണ് നമ്മുടെ സ്നേഹസംഗമത്തിന്റെ ഉദ്ഘാടനം. ദൈവസന്നിധിയിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അവസരം ലഭിച്ച ഒരു അച്ഛനെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട റവറൻ ഫാദർ ജാക്സൺ തെക്കുംപീടിക. മധ്യപ്രദേശിലെ സാഗർ രൂപതയിലാണ് അച്ഛൻ പ്രവർത്തിക്കുന്നത്. അച്ഛനെ ഏറ്റവും ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ ഉദ്ഘാടന കർമ്മവേളയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, ദയവായിട്ട് നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഈ പരിപാടിക്കായിട്ട് ക്ഷണിച്ചതിന് നിങ്ങൾക്ക് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. സിസ്റ്റർ കരുണയാണ് എന്നോട് ഈ പരിപാടിയെ കുറിച്ച് എന്നോട് സൂചിപ്പിച്ചത്. ഇങ്ങനെ പ്രത്യേകമായിട്ട് ഈ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് എനിക്ക് പേഴ്സണലി കാര്യമായിട്ട് എനിക്ക് അറിയില്ല. കാരണം ഞാൻ അവിടെ എല്ലാം നാട്ടിലല്ല എൻ്റെ സേവന മണ്ഡലം, ഞാൻ മിഷനിലാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കൊറോണയ്ക്ക് ശേഷം നമ്മളെല്ലാവരും ഓൺലൈനിലായിരുന്നു അല്ലെ. അതിനുശേഷം നമ്മളിപ്പോൾ എല്ലാവരും ഓഫ്ലൈനിലേക്കായി. ഇതാ നമ്മുടെ കാര്യകർമ്മങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പരിപാടികളിലേക്കൊക്കെ നമ്മൾ സജീവമായി പങ്കെടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മളാൽ പറ്റുന്ന രീതിയിൽ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മുടെ സമയമാണെങ്കിലും നമ്മുടെ കഴിവുകളാണെങ്കിലും നമ്മുടെ അധ്വാനങ്ങളാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ അത് തന്നെയാണ് ഈ ജീവിതത്തിന്റെ ഒരു മാഹാത്മ്യം എന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും, മദർ തെരേസ പറയുന്ന പോലെ തന്നെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാലും ചെയ്യുന്ന കാര്യം വളരെ മനോഹരമായിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ കഴിവിന്റെ പരമാവധി ചെയ്തു തീർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇപ്പോഴായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് എല്ലാവരും ഒത്തിരി മറ്റുള്ളവരെ കേൾക്കാനായിട്ട് മനസ്സുള്ളവരാണ്. അല്ലെങ്കിൽ ഒത്തിരി വർക്കുകളുടെ ഇടയിലാണെങ്കിലും തിരക്ക് പിടിച്ച സമയത്തിനിടയ്ക്കാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ മറ്റുള്ളവരെ കേൾക്കാനായിട്ട്, ഭാര്യ ഭർത്താവിനെ കേൾക്കാൻ, ഭാര്യയെ കേൾക്കാൻ, മക്കൾക്ക് മാതാപിതാക്കളെ കേൾക്കാൻ, മാതാപിതാക്കൾക്ക് മക്കളോട് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോട് ഒക്കെ സംസാരിക്കാനായിട്ട് ഒത്തിരി ആഗ്രഹം ഒക്കെ കാണിക്കുന്നവരാണ്. പക്ഷെ അവർക്കൊന്നും ഇപ്പോൾ പല കാര്യങ്ങളും എല്ലാവരും പഠനവും ജോലിയും ഒക്കെ ആയിട്ട് അന്യ നാട്ടിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ വീട്ടിലെല്ലാവരും ഒറ്റപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടലിന്റെ ഇടയിലും മറ്റുള്ളവർക്കൊരു സാന്നിധ്യമാവാൻ, നമ്മുടെ ഒരു സാന്നിധ്യം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് നിങ്ങൾ ഈ തുടങ്ങി വെച്ചിരിക്കുന്ന ഉദ്യമങ്ങളൊക്കെ ഫലവത്തായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പം ഇനി വരാൻ പോകുന്ന പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. ഒരു മാസം കൂടി നമുക്കുള്ളൂ. പുതിയ വർഷത്തിലേക്ക് കടക്കാനായിട്ട് പോകുമ്പോൾ ഒരു നല്ല പുത്തൻ ഉണർവോടും പുത്തൻ തേജസ്സോടും കൂടി ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങളൊക്കെ കൂടുതൽ തീക്ഷ്ണതയോടും അർത്ഥവത്തോടും കൂടി ചെയ്ത് പൂർത്തിയാക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച ഇതിലെ സംഘാടകർക്കും ഒപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർക്കും എല്ലാവർക്കും തന്നെ ദൈവാനുഗ്രഹം നേരുന്നു. നിങ്ങളുടെ എല്ലാ നല്ല ഉദ്യമങ്ങളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഏത് മേഖലയിലും മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നമുക്ക് വേണ്ടത് നല്ല ആരോഗ്യമാണ്. നല്ല ആരോഗ്യം ഉള്ളവരായിരിക്കാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. ഒരു ഡോക്ടർ എന്നാല് ദൈവത്തിന്റെ പ്രതിച്ഛായ എന്നാണ് അർത്ഥം. എല്ലാവരും അങ്ങനെയാണ് കരുതുന്നത്. അങ്ങനെ ഒരുപാട് പേർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഡോക്ടറാണ് ഇന്ന് മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത്. കമ്മ്യൂണിറ്റി മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ടീനു മാഡത്തെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ ടീനു, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടറാണ്. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ക്യാൻസറിനെ കുറിച്ചാണ്. ഡോക്ടർക്ക് വീഡിയോ ഓൺ ആക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്, സ്ലൈഡ് പ്രസന്റ് ചെയ്യണേ. സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ക്യാൻസറിനെ കുറിച്ചാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് അറിയോ? എന്താണ് ആ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാനുള്ള കാരണം? അറിയില്ല, പറഞ്ഞു. എന്ന് വെച്ചാൽ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മളിപ്പോ പണ്ട് നമ്മൾ
പറയുന്ന പോലെ BP അല്ലെങ്കിൽ ഷുഗർ എല്ലാ വീട്ടിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പ്രഷർ, ഷുഗർ എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഒരാൾക്കെങ്കിലും ക്യാൻസർ ഇല്ലാത്തവര് ഉണ്ടാവില്ല. നമ്മുടെ പരിചയക്കാരിൽ ആരെങ്കിലും ഒരാളെങ്കിലും ക്യാൻസർ ആയിട്ടുള്ളവരുണ്ടാവും അല്ലെ? വളരെ സുപരിചിതമായി നമുക്ക് ക്യാൻസറിനെ കുറിച്ച് അല്ലേ? കേൾക്കുന്നില്ലേ? പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. കാലദേശാതിർത്തികളില്ലാതെ എല്ലാ പ്രായക്കാരെയും ബാധിക്കുന്ന ഗുരുതരമായ ഒരു രോഗമാണ് ക്യാൻസർ. അത് 8 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദിനോസറുകളുടെ ഫോസിലടക്കം നമ്മൾ ക്യാൻസറിന്റെ ക്ഷതങ്ങൾ കണ്ടുവരുന്നു. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ മമ്മികളിലും എല്ലാത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ക്യാൻസറിന്റെ ക്ഷതം. പണ്ട് തൊട്ടേ ഉള്ളതാണെന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വികസിത രാജ്യങ്ങളിൽ ആകെ ഉണ്ടാകുന്ന മരണങ്ങളുടെ 21%, അതുപോലെ വികസ്വര രാജ്യങ്ങളിലെ ആകെ മരണങ്ങളുടെ 9.5% കാരണം ക്യാൻസർ ആണ്. അപ്പൊ അത്രത്തോളം വ്യാപിച്ചിരിക്കുകയാണ് ക്യാൻസറിന്റെ ഒരു. ഇന്ത്യയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാലത്തും ഏകദേശം 20 തൊട്ട് 25 ലക്ഷം ക്യാൻസർ രോഗികളുണ്ട്. അതിൽ തന്നെ ഓരോ വർഷവും 7 ലക്ഷം പേരിൽ പുതിയതായിട്ട് നമ്മൾ രോഗം കണ്ടുപിടിക്കുന്നു. ആ രോഗം തിരിച്ചറിഞ്ഞ ശേഷം നമുക്കൊരു 5 വർഷം മാത്രമാണ് ആൾക്കാർക്ക് കിട്ടുന്നുള്ളൂ, ശരാശരി 5 വർഷം. അതുപോലെ ഓരോ വർഷവും 3 ലക്ഷം പേരോളം ഈ രോഗം മൂലം മരണപ്പെടുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ക്യാൻസർ എന്നുള്ളൊരു ടോപ്പിക് ഇന്ന് സെലക്ട് ചെയ്യാനുള്ള കാരണം. ഇനി എങ്ങനെയാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നത്? നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സെല്ലുകളുണ്ട്, ഒരുപാട് കോശങ്ങളുണ്ട്. ആ കോശങ്ങൾക്ക് ഒരു പ്രത്യേക രീതി ഉണ്ട് അവര് ഡിവൈഡ് ചെയ്ത് വരുന്നതിന്. ഇതിൽ എന്തെങ്കിലും ജനറ്റിക് ചേഞ്ചസ് വരുമ്പോൾ, എന്തെങ്കിലും ജനിതകമായ മാറ്റങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ റേഡിയേഷനോ അങ്ങനെ എന്തെങ്കിലും പുറമേ നിന്നുള്ള ഇതുകൾ മൂലവും അതിൽ ചേഞ്ച് വരുമ്പോൾ അത് അനിയന്ത്രിതമായി വളരുന്നു. സാധാരണ ഓരോ കോശം എപ്പോൾ വിഭജിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ മാതൃകോശത്തിൽ നിന്നും ശിശുകോശങ്ങളിലേക്ക് ജീനുകൾ വഴിയാണ് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അതേ സാഹചര്യങ്ങളിൽ ജനറ്റിക് ചേഞ്ചസ് വരുമ്പോൾ ഈ കോശങ്ങൾ അനിയന്ത്രിതമായി പെരുകി തുടങ്ങും. അങ്ങനെ ആ ഭാഗത്ത് വേദനാരഹിതമായ മുഴകൾ ഉണ്ടാവുന്നു. ഇത് പിന്നീട് ഒരുപാട് വളർന്ന് ബാക്കി സ്ഥലങ്ങളിലേക്കും സമീപ കലകളിലേക്കും പടർന്ന് ക്യാൻസർ ശരീരമാകെ വ്യാപിക്കുന്നു. ഇങ്ങനെ ഈ മുഴകൾ വലുതാവുമ്പോൾ അവ സൈഡിലുള്ള രക്തക്കുഴലുകളെയും ഞരമ്പുകളെയൊക്കെ ഞെരുക്കുന്നു. അപ്പോഴാണ് രോഗിക്ക് വേദന ഉണ്ടാകുന്നത്. അല്ലാത്ത സമയങ്ങളിൽ നമുക്കൊരു മുഴ അല്ലെങ്കിൽ തടിപ്പ് എന്ന് മാത്രമാണ് നമ്മൾ സാധാരണ പറയുള്ളൂ. അതേസമയം അടുത്തുള്ള രക്തക്കുഴലുകളെയും ഞരമ്പുകളെയൊക്കെ അത് ഞെരിക്കുമ്പോൾ ഈ മുഴ വലുതായി ആ സ്ഥലങ്ങളെ ഈ രക്തക്കുഴലുകളെയും ഞരമ്പുകളെയും അഫക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേദന വന്നു തുടങ്ങും. അതുപോലെ തന്നെ ക്യാൻസർ കോശങ്ങൾക്ക് ആരോഗ്യം കുറവായതുകൊണ്ട് ബാക്ടീരിയകളുടെ ആക്രമണത്തിന് അവർ എളുപ്പം വിധേയരാവുകയും തന്മൂലം ഇൻഫെക്ഷൻ വരികയും ചെയ്യുന്നു. പഴുപ്പും വ്രണങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി ഇങ്ങനെയൊക്കെ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ ക്യാൻസർ കോശങ്ങൾ പെരുകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണയായിട്ട് ശരീരത്തിൽ സ്ഥിരമായി ഏൽക്കുന്ന ഒരു ക്ഷതങ്ങളും മൂലം, അതുപോലെ റേഡിയേഷൻ, സൂര്യതാപം, അതുപോലെ എക്സ്റേ, നമ്മൾ അമിതമായി എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ എക്സ്റേ റേഡിയേഷൻ ഒക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങൾക്ക് മാറ്റം വരികയും തന്മൂലം അത് ക്യാൻസർ കോശങ്ങളായി മാറുകയും ചെയ്യുന്നു. അതുപോലെ മുറുക്ക്, പാൻപരാഗ്, മദ്യപാനം ഇതിന്റെയൊക്കെ അമിതമായ ഉപയോഗം മൂലവും ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചില വൈറസുകളും ബാക്ടീരിയകളും അതുപോലെ അലസമായ ജീവിതശൈലി, വ്യായാമരാഹിത്യം ഇത് ക്യാൻസറിലേക്ക് നമ്മളെ നയിക്കുന്നു. അതുപോലെ ഏറ്റവും സൂക്ഷിക്കേണ്ട, അതുപോലെ ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം അപകടകരമായ ഒരു കാര്യമാണ് പുകവലിക്കുന്നത്. ഈ പുക വലിക്കുന്ന ആൾക്കും അതുപോലെ തന്നെ അടുത്ത് നിൽക്കുന്നവർക്ക് പോലും ആരോഗ്യഹാനി വരുത്തുന്ന ഒരു ദുശീലമാണ്. ഇതുമൂലം ലങ് ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെയുള്ള കാര്യങ്ങളാണ് പാൻ മസാല, മുറുക്ക്, ഇതെല്ലാം നമുക്ക് നേരിട്ട് നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരുത്തി നമ്മളെ ക്യാൻസറിലേക്ക് വരുത്തുകയും നമ്മളിപ്പോ എല്ലാ അതത്ര കോമൺ ആയതുകൊണ്ടാണ് നമ്മുടെ കേരളത്തില് അത്ര കോമൺ അല്ലാന്നുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ ഇത് വളരെ കോമൺ ആണ്. ഈ പാൻപരാഗിന്റെയും മുറുക്കിന്റെയും ഉപയോഗം അതുമൂലം വായിൽ ക്യാൻസർ വരികയും അതുപോലെ ലങ് ക്യാൻസർ വരികയൊക്കെ ചെയ്യുന്നു. അതുപോലെ മുലയൂട്ടാത്ത സ്വഭാവം, ചില അമ്മമാര് അവരുടെ ബോഡി സ്ട്രക്ചറിനെയും അതിനെയൊക്കെ ബാധിക്കുന്നുണ്ട് മുലയൂട്ടില്ല, കുട്ടിക്ക് കറക്റ്റായിട്ട് ഫീഡ് ചെയ്യാത്തത് മൂലവും ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലാണ്. അത്തരക്കാരില് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ചില രാസവസ്തുക്കളുടെ ഉപയോഗം, അതായത് കീടനാശിനികള്, അതുപോലെ പ്ലാസ്റ്റിക്കിൽ നിന്നും പുറപ്പെടുന്ന ഡയോക്സിൻ,
കുടിനീരിൽ കലരുന്ന കറുത്തീയം പോലെയുള്ള രാസവസ്തുക്കളും ക്യാൻസർ. നമുക്കിപ്പോ അറിയാം, നമ്മള് കടയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന മിക്ക വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇതുപോലെ രാസവസ്തുക്കളിൽ മുക്കിയാണ് വരുന്നത്. നമ്മൾ ഈ കമ്പം തേനി വശത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ കാണുന്നതാണ് ഈ മുന്തിരിക്കൊലകളൊക്കെ നേരിട്ട് ഇതിൽ മുക്കിയിട്ട് രാസവസ്തുക്കളിൽ മുക്കിയിട്ടാണ് അവർ വെക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈച്ചകളൊക്കെ വരാതിരിക്കുന്നതും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ആ കീടനാശിനികളുടെ അമിതമായ ഉപയോഗവും ക്യാൻസറിലേക്ക് നയിക്കുന്നു. പിന്നെ ഭക്ഷണത്തിലെ ക്രമക്കേടുകൾ, അമിതമായ മാംസഭക്ഷണം, അതുപോലെ ഇലക്കറികളുടെയും ആന്റി ഓക്സിഡന്റുകളുടെയും കുറവ്, നാരുകളുടെയും ജീവകങ്ങളുടെയും അഭാവം അല്ലെങ്കിൽ കുറവ്, അല്ലെങ്കിൽ കൊഴുപ്പിന്റെ ആധിക്യം. നമ്മൾ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇപ്പൊ ആൾക്കാർക്കൊക്കെ കൂടുതൽ ഇഷ്ടം. ഷവർമ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അതുപോലെ നമ്മൾ എല്ലാ കുട്ടികൾക്കും ഇപ്പൊ ഇറച്ചി മീനൊക്കെയാണ് ഇഷ്ടം. ആൾക്കാര് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നത് കുറഞ്ഞു. അതൊക്കെ മൂലം തന്നെ നമ്മുടെ ഭക്ഷണത്തിലെ ക്രമക്കേടുകൾ മൂലം ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി എന്തൊക്കെ തരം ക്യാൻസറുകളുണ്ട്? കാർസിനോമ എന്ന് പറയും, അതായത് ഗർഭാശയം, കുടൽ മുതലായവയുടെ ആവരണ കലകളെ ആണ് നമ്മൾ പറയുന്നത്. അതേസമയം അസ്ഥികളെ, ഫൈബർ കലകളെ, മേധസ് കലകളെ എന്നിവയെ ബാധിക്കുന്നതിന് സാർക്കോമ എന്ന് പറയും. മജ്ജയിലെയും അതുപോലെ പ്രതിരോധ വ്യവസ്ഥയിലെയും കോശങ്ങളെ ബാധിക്കുന്നത് ലിംഫോമ എന്ന് പറയും. ബ്ലഡിന്റെ രക്താണുക്കളെ ബാധിക്കുന്നതിന് ലുക്കീമിയ എന്ന് പറയും. ഇങ്ങനെ 4 ഇനി ക്യാൻസർ നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ള ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? ശ്വാസകോശം, ആമാശയം, ഗർഭാശയം, സ്തനങ്ങള്, മലാശയം, അസ്ഥികള്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, വൃഷ്ണം, രക്താണുക്കള്. നമ്മളിത് ഓരോ സ്ഥലത്ത് വരുന്നതിന് എന്താ പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഏതൊക്കെ എവിടെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലായി. തൊലിപ്പുറത്ത് വരാം, അതുപോലെ കവിളിൽ വരാം, വായയിൽ വരാം, എന്നിങ്ങനെ എല്ലാ ഒട്ടുമിക്ക ശരീരഭാഗങ്ങളിലെയും അഫക്ട് ചെയ്യുന്ന ഒരു ഇതാണ് ക്യാൻസർ. ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ ഡേഞ്ചർ സൈൻസ് എന്ന് പറയും? ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമുക്ക് നേരത്തെ നമ്മുടെ ശരീരം നമുക്ക് ഡേഞ്ചർ സൈൻസ് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സ്തനങ്ങളിൽ ഉണ്ടാകുന്ന മുഴകളും തയമ്പ് പോലത്തെ ഭാഗങ്ങളും. സ്തനങ്ങളിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു മുഴ വരിക, അതിങ്ങനെ നമ്മളിപ്പോ ഒരു പ്രായം കഴിഞ്ഞ സ്ത്രീകളോട് നമ്മൾ പറയും, നമ്മൾ സെൽഫായിട്ട് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയും. അപ്പൊ പെട്ടെന്ന് ഒരു വ്യത്യാസം വരിക, നമ്മുടെ സ്തനത്തില് പെട്ടെന്ന് ഒരു മുഴ വരിക അല്ലെങ്കിൽ തയമ്പ് വരിക. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് വളരുന്നുണ്ടോ, വലിപ്പം വെക്കുന്നുണ്ടോ, അതിങ്ങനെ ഉരുണ്ട് മാറി പോണതാണോ, അത് വേദനയുണ്ടോ? സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ കലകളാണെന്നുണ്ടെങ്കിൽ പൊതുവെ വേദനാരഹിതമായിരിക്കും. അതേസമയം അത് രക്തക്കുഴലുകളെയും ഞരമ്പുകളെയും ബാധിക്കുമ്പോഴാണ് നമുക്ക് വേദന വരുന്നുള്ളൂ. അതുപോലെ ചിലർക്ക് നിലവിലുള്ള അരിമ്പാറകൾക്കും മറുകുകൾക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, എന്തെങ്കിലും ചേഞ്ചസ് വരിക. ഇപ്പം പണ്ടുണ്ടായിരുന്ന അരിമ്പാറ അല്ലെങ്കിൽ മറുകിന് വലിപ്പം കൂടി വരിക, അതിന്റെ സൈസ് കൂടി വരിക, കളർ മാറി വരിക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതുപോലെ കോമൺ ആയിട്ട് വേറൊരു സംഭവമാണ് ദഹനത്തിലും മലശോധനയിലും വന്നു ചേരുന്ന സ്ഥിരമായ മാറ്റങ്ങൾ. എന്ന് പറയുമ്പോൾ നമ്മൾ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, എനിക്കിപ്പോ ടോയ്ലറ്റിൽ പോയി എന്നാലും എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു തോന്നല് വരികയാണ്, അല്ലെങ്കിൽ എപ്പോഴും ഗ്യാസിന്റെ ബുദ്ധിമുട്ട്. ഇതൊക്കെയാണ് നമുക്ക് സാധാരണ എല്ലാവരും പറയുന്നത്, എപ്പോഴും എനിക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ട്, എന്ത് കഴിച്ചാലും ഗ്യാസ് വരികയാണ്. അതുപോലെ ഭക്ഷണം കഴിച്ച് നമ്മൾ ടോയ്ലറ്റിൽ പോയി തീർന്നില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകണം തോന്നാം, ഭക്ഷണം കഴിച്ച അപ്പൊ തന്നെ എനിക്ക് പോകണം, കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളൊരു തോന്നല്. ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ കോമൺ ആയിട്ട് കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് അവരോട് ഓൾറെഡി മരുന്ന് നമ്മൾ തന്നെ ചോദിക്കണമെങ്കിൽ ഗ്യാസിന്റെ ഗുളിക തന്നാൽ മതി, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഗ്യാസിന്റെ ഗുളിക വാങ്ങിച്ച് കഴിക്കുക ചെയ്യുന്നത്. അപ്പൊ അത് സ്ഥിരമായിട്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ഡോക്ടറെ കണ്ട് അത് പരിശോധിക്കുക തന്നെ വേണം. അതുപോലെ എന്തെങ്കിലും പുറത്തുനിന്നുള്ള ഫുഡ് കഴിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോയിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് വരും. ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരു തവണ പോയി അപ്പോഴും കംപ്ലീറ്റ് ആയില്ല, വീണ്ടും പോകണമെന്ന് തോന്നുക, അങ്ങനെ എപ്പോഴും അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതും ചിലപ്പോൾ നമുക്ക് ബോഡി തരുന്ന നേരത്തെ തരുന്ന ഒരു ഡേഞ്ചർ സൈൻ ആയിരിക്കും. നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ഡേഞ്ചർ സൈൻസ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ വിട്ടുമാറാത്ത ചുമയും കുരയ്ക്കുന്നത് പോലത്തെ ശബ്ദവും. ചുമ വിട്ടുമാറാതെ നിൽക്കുക, മാറിപ്പോണില്ല. നമ്മൾ എന്ത് മരുന്ന് കഴിച്ചാലും ചുമ മാറുന്നില്ല, 2 ആഴ്ച കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞ് ചുമ മാറുന്നില്ല, വിട്ടുമാറാത്ത ചുമയാണെന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം.
അതുപോലെ വിട്ടുമാറാത്ത പനി ഇങ്ങനെ ഇടവിട്ട് വന്നുകൊണ്ടിരിക്കുക, മാറി പോകുന്നില്ല, സ്ഥിരമായിട്ട് പനി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങള് നമുക്ക് ബോഡി നമുക്ക് തരുന്ന വാർണിംഗ് സൈൻസ് ആയിരിക്കും. പിന്നെ അതുപോലെ ആർത്തവ സമയത്ത് നമുക്ക് പീരീഡ്സ് ഉള്ള സമയത്തോ അല്ലാതെ ഉണ്ടാകുന്ന അധികമായ രക്തസ്രാവം, നമുക്ക് സാധാരണ പീരീഡ്സ് വരുന്ന സമയത്തല്ലാതെ ഇടയില് ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിംഗ് എന്ന് പറയും, സാധാരണ പീരീഡ്സ് വരുന്ന സമയത്തിനല്ലാതെ വരുന്ന രക്തസ്രാവം, അതും നമ്മൾ ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ ഗർഭാശയ ക്യാൻസറിന്റെ ലക്ഷണമായിരിക്കും. പിന്നെ ഭേദമാകാത്ത മുഴ അല്ലെങ്കിൽ വിട്ടുമാറാത്ത വേദന, പെട്ടെന്ന് വെയിറ്റ് കുറയുക, ഒരാളുടെ വെയിറ്റ് ഇങ്ങനെ പെട്ടെന്ന് കുറയുക. ഇപ്പൊ നമ്മൾ സാധാരണ കാണുന്ന നമ്മൾ ഒ പിയിലൊക്കെ ഇരിക്കുമ്പോൾ പേഷ്യന്റ് വന്ന് പറയും ഇങ്ങനെ എനിക്ക് വെയിറ്റ് കുറയുന്നുണ്ട്, പക്ഷെ വെയിറ്റ് കുറയുന്നതിന്റെ കാരണം അവർ തന്നെ പറയും ഷുഗർ ആണ്, ആൾക്കാർ പറഞ്ഞു ഷുഗർ ആണ്, അപ്പൊ ഷുഗർ ചെക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ ഷുഗർ ഉണ്ടാവും, അതിന്റെ ഭാഗമായിട്ടും വെയിറ്റ് കുറയാറുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് പെട്ടെന്ന് ഒരു വെയിറ്റ് ലോസ് വരാനുള്ള കാരണം എന്നുള്ളത് കണ്ടുപിടിക്കുന്ന വേണം. ഇത്രയും ലക്ഷണങ്ങളാണ് നമുക്ക് ബോഡി നേരത്തെ തരുന്ന ഒരു ഡേഞ്ചർ സൈൻസ് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ്. നമുക്ക് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് സ്തനങ്ങളിൽ ഉണ്ടാകുന്ന മുഴകളും തയമ്പ് പോലത്തെ ഭാഗങ്ങളും, അതുപോലെ നിലവിലുള്ള അരിമ്പാറകൾക്കും മറുകുകൾക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ദഹനത്തിലും മലശോധനയിലും വന്നു ചേരുന്ന സ്ഥിരമായ മാറ്റങ്ങൾ, വിട്ടുമാറാത്ത ചുമ, ആർത്തവ സമയത്തോ അല്ലാതെ ഉണ്ടാകുന്ന അധികമായ രക്തസ്രാവം, ഭേദമാകാത്ത മുഴ അല്ലെങ്കിൽ വിട്ടുമാറാത്ത വേദന, അകാരണമായി ശരീരഭാഗം കുറയില്ല, ഭാരം കുറയില്ല. ഇനി ചിലർക്ക് നാവിലും അതുപോലെ വായ്ക്കകത്തെ തൊലിയിലും വെളുത്ത പാട പോലത്തെ അടയാളങ്ങൾ ഉണ്ടാവും. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പറയുന്നതാണ് ലൂക്കോപ്ലേക്കിയ. അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മുറുക്കോ അല്ലെങ്കിൽ പാൻപരാഗോ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടോ നേരത്തെ കണ്ടുപിടിക്കാൻ നമ്മുടെ ശരീരം തന്നെ നമുക്ക് തരുന്ന ഒരു വാർണിംഗ് സൈൻ ആണ്. ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മളിപ്പോ ഒരു മുഴ കണ്ടു, പക്ഷെ അത് ക്യാൻസർ ആണെന്ന് നിർബന്ധമില്ല. ഇതുപോലെ തന്നെ നിരുപദ്രവകാരികളായ മുഴകൾ ശരീരത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് വ്യാപിക്കില്ല, അതുപോലെ ജീവന് ഭീഷണി ഉയർത്തില്ല. ചില മുഴകൾ ഉണ്ടാവും, ആ മുഴകൾ എന്ന് വെച്ചപ്പോ എന്തെങ്കിലും ഫാറ്റ് അടിഞ്ഞു കൂട്ടിയിട്ടുണ്ടാവുന്ന മുഴകളായിരിക്കും. എല്ലാ മുഴകളും ക്യാൻസർ ആവണമെന്ന് നിർബന്ധമില്ല. ഇനി എങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം, എങ്ങനെയൊക്കെയാണ് രോഗം നിർണ്ണയിക്കാൻ പറ്റുക? ഈ രോഗവിവരങ്ങളുടെ വിലയിരുത്തൽ വഴി, അതായത് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ശരീര ഭാരം വെയിറ്റ് കുറയുന്നു, അല്ലെങ്കിൽ ചുമ വിട്ടുമാറാത്ത ചുമ, നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു ഹിസ്റ്ററി കൂടെ നമുക്ക് മനസ്സിലാവും. നമുക്ക് തന്നെ സ്വയമായിട്ട് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ വ്യത്യാസങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്കാണ് കൂടുതലായിട്ട് അറിയാൻ പറ്റുക. ഇപ്പൊ ബ്രസ്റ്റിൽ എന്തെങ്കിലും ഒരു തടിപ്പുണ്ടായി, പെട്ടെന്ന് അത്ര നാളും കാണാത്തൊരു തടിപ്പാണ്, പെട്ടെന്ന് ഒരെണ്ണം വരുന്നു, അപ്പൊ അതിന് നമ്മൾ വിലയിരുത്തണം. എങ്ങനെയൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും? എക്സ്റേ വഴി അല്ലെങ്കിൽ MRI അല്ലെങ്കിൽ സ്കാനിങ് മുതലായവ നമുക്ക് അതിൽ ഉപയോഗിക്കാം. അതുപോലെ ചില ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് ചെയ്യാം. എല്ലാ ബ്ലഡ് ടെസ്റ്റുകളിൽ കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നല്ല, ഓരോ ക്യാൻസറിനും സ്പെസിഫിക് ആയിട്ട് കുറച്ച് മാർക്കേഴ്സ് ഉണ്ട്. അപ്പൊ ആ മാർക്കേഴ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ ഉണ്ടോ, അതിന് തുടക്കമാണോ എന്ന് മനസ്സിലാക്കാം. അതുപോലെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ബയോപ്സി. അപ്പൊ സംശയാസ്പദമായി നമുക്ക് എന്തെങ്കിലും മുഴകൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന കോശങ്ങൾ ശേഖരിക്കുന്നു, അതിനാണ് നമ്മൾ ബയോപ്സി എന്ന് പറയുന്നത്. ആ ബയോപ്സി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ക്യാൻസറിൻ്റെതായ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും അത് ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ ക്യാൻസറിന്റെ എവിടെയാണ് അതിന്റെ സൈറ്റ്, എവിടെയാണ് നമുക്കിത് വന്നിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റും. ഇനി ക്യാൻസർ ചികിത്സിച്ച് സുഖപ്പെടുത്താമോ? തീർച്ചയായും. പക്ഷെ അതിന്റെ കൂടെ ഒരു സംഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗം കാലേ കൂട്ടി കണ്ടുപിടിച്ച് ചികിത്സിച്ചത്. അപ്പൊ നമ്മൾ ആദ്യം വരുന്ന ലക്ഷണങ്ങളൊക്കെ അവഗണിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഇപ്പൊ ചിലർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ടോയ്ലറ്റിൽ പോയി പക്ഷെ എന്നാലും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നൊരു തോന്നൽ വരികയാണ്, ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ചിലപ്പോൾ ലൂസായിട്ട് പോകണു, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു, നമ്മൾ പോയി എന്നാലും അത് തീർന്നില്ല എന്ന് തോന്നുക, വീണ്ടും ടോയ്ലറ്റിൽ പോവുക, ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം ചിലപ്പോൾ ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടാവും, രക്തം പോലുണ്ടാവും. അപ്പൊ എല്ലാവരും വിചാരിക്കുക ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക പൈൽസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ പൈൽസ് വെച്ച് നമ്മൾ അങ്ങനെ ഇരിക്കും, അതങ്ങനെ പോട്ടെ, സമയം പോട്ടെ. ഇപ്പോൾ വീട്ടമ്മമാരും അതുപോലെ വീട്ടിലെ കുടുംബനാഥന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട്, വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിയട്ടെ, മക്കളുണ്ടെന്നുണ്ടെങ്കിൽ മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് അവർ വെക്കും, അവർക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവർ സമയം കണ്ടെത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ശരീരം തന്നെ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണിച്ചു തന്നാലും
നമ്മളത് അവഗണിച്ച് മുന്നോട്ട് പോകും. അവസാനം അതിന്റെ സ്റ്റേജ് ഒക്കെ മാറി കഴിയുമ്പോഴാണ് പലർക്കും അത് കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും പറ്റുന്നുള്ളൂ. അതേസമയം നേരത്തെ കൂട്ടി കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മാറ്റാൻ പറ്റും. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവര് മെയിൻ ആയിട്ട് സ്ക്രീൻ ചെയ്യുന്ന ക്യാൻസറുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായിൽ വരുന്ന ക്യാൻസറുകൾ. നമ്മൾ നേരത്തെ കണ്ടു, വായിലൊരു വെള്ളപ്പാട് അല്ലെങ്കിൽ ചുമന്ന പാട് അല്ലെങ്കിൽ നാക്കിലൊരു തടിപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരെണ്ണമാണ് ബ്രസ്റ്റ് ക്യാൻസർ. അതുപോലെ തന്നെ സെർവിക്കൽ ക്യാൻസർ, ഗർഭാശയ മുഖത്തിൽ വരുന്ന ക്യാൻസർ. അതിന് നമുക്ക് ചെറിയൊരു ടെസ്റ്റുകൾ, പാക്സ്മിയർ എന്ന് പറഞ്ഞ ടെസ്റ്റ്, ഇത്തരം ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ രോഗം കാലേ കൂട്ടി കണ്ടുപിടിച്ചാൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്യാൻസർ ചികിത്സിക്കാൻ പറ്റുക? അതിന് പല മെത്തേഡ്സ് ആണുള്ളത്. ആദ്യമായിട്ട് നമുക്ക് കീമോതെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നതിന് പറയുന്നതാണ് കീമോതെറാപ്പി. പിന്നത്തെ റേഡിയേഷൻ അല്ലെങ്കിൽ സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയ. ഈ മൂന്ന് ഇത് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ സാൻഡ്വിച്ച് ആയിട്ട് ആദ്യം നമ്മൾ കീമോതെറാപ്പി അല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് ഈ മുഴയുടെ വലുപ്പം കുറയ്ക്കുന്നു, റേഡിയേഷൻ കൊടുത്ത് ഇതിന്റെ വലുപ്പം കുറച്ചതിന് ശേഷം സർജറി ചെയ്യും. അങ്ങനെ നമുക്ക് നമ്മുടെ ഡോക്ടർ നിശ്ചയിക്കുന്ന പോലെ നമുക്ക് ഏത് ചികിത്സാ രീതി എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് നമുക്കിത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയൊക്കെ നമുക്കത് വരാതിരിക്കാൻ നോക്കാം. ആദ്യമായിട്ട് ശരിയായ ഭക്ഷണക്രമം. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നാരുകൾ അടങ്ങിയ ഭക്ഷണത്തിന്റെ കുറവ്, അല്ലെങ്കിൽ പച്ചക്കറി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതിന്റെ അളവ് കുറവ്. അതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആദ്യമായിട്ട് നമുക്ക് ശരിയായ ഭക്ഷണക്രമം എന്ന് പറയുമ്പോൾ നമ്മൾ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, പച്ചക്കറികളും അതുപോലെ ഫ്രൂട്ട്സും ധാരാളമായി ഉൾപ്പെടുത്തുക. പിന്നെ ക്രമമായ ശരീര വ്യായാമം, പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. പുകവലി, മുറുക്ക്, പാൻ മസാല എന്നിവയൊക്കെ ഒഴിവാക്കുക. പ്രതിരോധ കുത്തിവയ്പ്പുകൾ, നമ്മൾ പറഞ്ഞ പോലെ സെർവിക്കൽ ക്യാൻസറിനെതിരായിട്ട് HPV എന്ന് പറഞ്ഞൊരു വാക്സിൻ ഉണ്ട്. ആ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വരാതിരിക്കാൻ ശ്രമിക്കും. അതുപോലെ മഞ്ഞപ്പിത്തം, ചിലർക്ക് ഇപ്പോൾ ഈ ലിവറിലൊക്കെ ക്യാൻസർ വന്നേക്കാളും ആദ്യം കാണിക്കുന്ന ലക്ഷണം മഞ്ഞപ്പിത്തമായിരിക്കും. അപ്പോൾ മഞ്ഞപ്പിത്തം വന്ന് അത് പിന്നീട് ക്യാൻസർ ആയിട്ട് മാറാം, ലിവർ ക്യാൻസർ ആയിട്ട് മാറാം. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് മഞ്ഞപ്പിത്തത്തിനെതിരായിട്ടുള്ള വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം വരാതിരിക്കാനും ഭാവിയിൽ അത് ക്യാൻസറായി മാറാതിരിക്കാനും നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് മുൻകൂറായിട്ട് വൈദ്യ പരിശോധനകൾ ചെയ്യാം. അതിന് ചെയ്യാൻ പറ്റുന്ന ഇതുകളാണ് പാപ്സ്മിയർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗർഭാശയ മുഖ ക്യാൻസറിനുള്ളത്. പിന്നെ മാമോഗ്രാം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ സിഗ്മോയിഡോസ്കോപ്പി അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി, നമ്മുടെ കുടലിൽ വരുന്ന ക്യാൻസറുകൾ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സിഗ്മോയിഡോസ്കോപ്പി അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്കാണ് നമ്മുടെ ബോഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നത്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ, ബ്രസ്റ്റിൽ എന്തെങ്കിലും തടിപ്പോ എന്തെങ്കിലും മുഴകളുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അത് പരിശോധിക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ കൈ രണ്ടും പൊക്കി വെച്ച് നോക്കുക. എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? സ്ഥലത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ എന്റെ നിപ്പിളിന് എന്തെങ്കിലും ഉള്ളിലേക്ക് വലിവോ അല്ലെങ്കിൽ പൊട്ടലോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മുഴയ്ക്ക് അതിന്റെ എങ്ങനെയാന്ന് നോക്കുക. അതിന്റെ കൺസിസ്റ്റൻസി, അത് ഭയങ്കര മുറുകിയതാണോ, ഹാർഡായിട്ടുള്ള ഇങ്ങനെ കല്ലുമ തുറന്ന പോലത്തെയാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്രസ്റ്റിൽ പരിശോധിക്കുന്നത്. ബ്രസ്റ്റ് എക്സാമിനേഷനിൽ ചെയ്യേണ്ടത് അതൊക്കെയാണ്. ഇനി 18 മുതൽ 40 വയസ്സ് വരെയുള്ള എല്ലാ സ്ത്രീകൾക്കും എല്ലാ മാസവും സ്വയം സ്തനപരിശോധന ചെയ്യണം. അത് ചെയ്യേണ്ടത് നമ്മൾ പീരീഡ്സ് വന്നതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ കണ്ട പോലെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ കൈ പിടിച്ച് നിന്നിട്ട് നോക്കുക, വ്യത്യാസം ഉണ്ടോ, എന്തൊക്കെ ചേഞ്ചസാ വന്നിട്ടുള്ളത്, പിന്നെ നിപ്പിളിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ, അതിന്റെ ആകൃതിയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ. ഇപ്പൊ ഒരു മുഴ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ വലുപ്പം കൂടി വരുന്നുണ്ടോ, അതുപോലെ കക്ഷത്തില് കഴലകൾ വന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്തനപരിശോധനയിൽ ശ്രദ്ധിക്കണം. പിന്നെ 40 തൊട്ട് 50 വയസ്സുള്ള എല്ലാ സ്ത്രീകളും എല്ലാ വർഷവും ഡോക്ടറുടെ നേരിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാകും. അതായത് മാമോഗ്രഫി. 50 വയസ്സിന് മേലുള്ള എല്ലാവരും എല്ലാ വർഷവും മാമോഗ്രഫി ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞു ഗർഭാശയ മുഖ ക്യാൻസർ, അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് 18 വയസ്സിന് മേലെ പ്രായമുള്ള എല്ലാ സ്ത്രീകളും 3 വർഷത്തിലൊരിക്കൽ പാപ്സ്മിയർ പരിശോധന നടത്തണം.
പാപ്സ്മിയർ എന്ന് പറഞ്ഞാൽ വെറുതെ OP-യിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിശോധനയാണ്. വേദന ഒന്നും എടുക്കുന്നതല്ല. നമ്മുടെ ഹെൽത്ത് സെന്ററുകളിലൊക്കെ അത് അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ 40 വയസ്സ് മുതൽ എല്ലാ വർഷവും മലാശയ പരിശോധന നടത്തണം. മലം 40 തൊട്ട് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും എല്ലാ വർഷവും മലം പരിശോധന, അതുപോലെ 3 തൊട്ട് 5 വർഷം ഇടവിട്ട് സിഗ്മോയിഡോസ്കോപ്പി അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി ചെയ്യാൻ ശ്രമിക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ കുടലിൽ വരുന്ന ക്യാൻസറുകൾ ഒഴിവാക്കാനും അത് നേരത്തെ കണ്ടുപിടിക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഈ കൊളോണോസ്കോപ്പി ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തടിപ്പോ എന്തെങ്കിലും വ്യത്യാസം, നമ്മുടെ കുടലിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് നേരത്തെ തന്നെ കണ്ടുപിടിക്കാനും, ഒരു ചെറിയൊരു ഇതാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി തന്നെ ആ ഒരു ചെറിയൊരു തടിപ്പ്, ഒരു പോളിപ്പ് എന്ന് പറയും നമ്മൾ, ആ പോളിപ്പ് നമുക്ക് ആ കൊളോണോസ്കോപ്പി വഴി തന്നെ നമുക്കത് എടുത്ത് കളയാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു മദ്യപാനം അതുപോലെ പുകവലിയൊക്കെ നമ്മുടെ ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട്, ക്യാൻസറിലേക്ക് അതിനെ നയിക്കുന്നു. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാം. നമുക്കിപ്പോ നമ്മൾ സാധാരണ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന പോലെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്യാൻസറിന് എങ്ങനെയൊക്കെയാണ് ബോധവൽക്കരിക്കുന്നത്, ആൾക്കാർക്ക് അതിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഡേഞ്ചർ സൈൻസ് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ്, അതിനെക്കുറിച്ച് എല്ലാവരെയും അവെയർ ആക്കുക. ഇങ്ങനത്തെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്കുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്കുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. വെയിറ്റ് ലോസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണം, അതുപോലെ ഭക്ഷണക്രമങ്ങളിൽ മാറ്റം വരുത്തണം. അതുപോലെ കാലേക്കൂട്ടിയുള്ള രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വേണ്ടി തക്ക സമയത്ത് വൈദ്യസഹായം തേടുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുകയും വേണം. ഇനി ക്യാൻസർ വന്നൊരു രോഗിയെ നമ്മൾ എങ്ങനെ സമീപിക്കണം? അവര് ഒരുപാട് വിഷമത്തിലായിരിക്കും അല്ലെ. നമ്മൾ അവരുടെ കൂടെ സങ്കടപ്പെട്ടിരിക്കാതെ അവരെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. നമുക്ക് ഒരു രോഗം വരുന്നതിന് മുമ്പ് അത് കണ്ടുപിടിച്ച് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞു. പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുക, അതുപോലെ പുക വലിക്കാതിരിക്കുക. ഇത് എങ്ങനെയാണ് ഇത് നമുക്ക് എന്തൊക്കെ മെച്ചങ്ങൾ കിട്ടുന്നു എന്നുള്ളത് നോക്കാം. ഇപ്പൊ ദിവസവും 5 അതിലധികമോ പച്ചക്കറികളും പഴങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 20% വരെ ക്യാൻസർ തടയാൻ പറ്റും. അതുപോലെ പുക വലിക്കാതിരുന്ന 30% വരെ ക്യാൻസർ തടയാൻ പറ്റും. സസ്യാഹാരം, ശരീരഭാരം ക്രമീകരിക്കല്, വ്യായാമം എന്നിവ വഴി 30 തൊട്ട് 40% വരെ നമുക്ക് ക്യാൻസർ തടയാൻ പറ്റും. അതുപോലെ നമ്മുടെ പൊന്നോമനകൾക്ക് മുലയൂട്ടുക എന്നിവ സ്ഥാനാർബുദത്തെ തടയാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. സസ്യാഹാരം ശീലമാക്കുക, വെജിറ്റബിൾസ് ഒക്കെ നല്ലോണം കഴിക്കുക, ഇലക്കറികളും ചെറുമത്സ്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. സമീകൃത ആഹാരം, നമ്മൾ പറഞ്ഞ പോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നിവയൊക്കെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉണ്ടാവണം. ഇനി എന്തൊക്കെ നമ്മൾ ചെയ്യരുത്? ഫ്രിഡ്ജിലും ഓവനിലും അതുപോലെ വെള്ളവും ഭക്ഷണവും പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ വെക്കാതിരിക്കുക. നമ്മൾ കഴിവതും അന്നുള്ള ഭക്ഷണം അന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. കുറെ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടും അതുപോലെ നമ്മളിപ്പോ മീനൊക്കെ വറുത്തിട്ടുള്ള എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നതൊക്കെ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂട്ടുകയാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. ആവശ്യമുള്ള എണ്ണ ഉപയോഗിച്ച് മീൻ വറുക്കുകയും ബാക്കി വരുന്ന എണ്ണ കളയുക. പാകം ചെയ്ത ഭക്ഷണം അതുപോലെ പ്ലാസ്റ്റിക് കൊണ്ട് മൂടാതിരിക്കുക. പുകവലിയും മദ്യപാനമൊക്കെ ഉപേക്ഷിക്കുക. പിന്നെ സോളാർ റേഡിയേഷൻ, ഇനി താപപ്രസരണം ഏൽക്കുന്നത് അനാവശ്യമായിട്ട് സൂര്യന്റെ റേഡിയേഷൻ ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഒഴിവാക്കുക. നമുക്ക് ഭക്ഷണത്തിൽ കൊഴുപ്പ് കുറച്ചാൽ നമുക്ക് നമ്മുടെ തടി കുറയ്ക്കുകയും ആ പൊണ്ണത്തടിയൊക്കെ കുറയ്ക്കാനും നമുക്ക് ഫിറ്റ് ആയിരിക്കാനും സാധിക്കും. അതുപോലെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനത്തെ ഫുഡ്സ് ആയിരിക്കും കൂടുതൽ കൊടുക്കണ്ടാവും. എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ് ലേസ്, ഇതൊക്കെ. അപ്പൊ ഇതിനകത്തൊക്കെ അജിനോമോട്ടോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പൊ അത് ക്യാൻസറിന് കാരണമാക്കുന്ന ഒരു രാസവസ്തുവാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മത്സ്യമാംസാദികൾ ഒരിക്കലും ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ കണ്ടിട്ടുണ്ട് ഷവർമയും സ്മോക്കി ഫുഡ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടം. അതൊക്കെ വല്ലപ്പോഴും കഴിക്കുന്നത് തെറ്റില്ല, പക്ഷെ സ്ഥിരം കഴിക്കുന്നത് ഒഴിവാക്കുക. ഫ്രീക്വൻസി കുറയ്ക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഭക്ഷണം നിയന്ത്രിച്ച് വെയിറ്റ് ക്രമീകരിക്കുക. പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ചും അതുപോലെ ധാന്യങ്ങൾ തവിടോടും കൂടി കഴിക്കുക. ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങളായിരിക്കും കൂടുതൽ നല്ലത്. പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഒഴിവാക്കി ഗ്ലാസ് കൊണ്ടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക.
എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ പുറം രാജ്യങ്ങളിൽ USA പോലുള്ള രാജ്യങ്ങളിൽ ആൾക്കാർ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയും അതുപോലെ തന്നെ മുൻകൂട്ടിയുള്ള രോഗനിർണയം നടത്തിയും 90% വരെ ക്യാൻസർ രോഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും ക്യാൻസറിനെതിരെയുള്ള പടയണിയിൽ പങ്കാളികളാകാം. നമ്മൾ പറഞ്ഞല്ലോ, ക്യാൻസർ ഇപ്പൊ നമ്മൾ അവരുടെ കൂടെ ഇരുന്നത് കൊണ്ടോ കൂടെ കിടന്നത് കൊണ്ടോ പകരുന്നൊരു സംഭവമല്ല. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില വീടുകളിൽ ഗ്രാൻഡ് പാരന്റ്സ്, ഇപ്പോൾ അപ്പാപ്പനും അമ്മാമ്മയ്ക്കൊക്കെ ആയിരിക്കും ക്യാൻസർ വന്നിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക, അവരുടെ കൂടെ ഇടപെടാൻ ശ്രമിക്കുക. നമ്മുടെ പേരക്കുട്ടികൾ അവരുടെ അടുത്ത് ഇരുന്നോ അല്ലെങ്കിൽ സംസാരിച്ചെന്നോ വെച്ചിട്ട് അവർക്ക് അസുഖമൊന്നും വരില്ല. അപ്പൊ അവരോടുകൂടി ഇടപെടാൻ സമ്മതിക്കുക, അവരോട് കൂടെ ആയിരിക്കുക. അയ്യോ ഇത് വന്നല്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് ഇങ്ങനെ സിമ്പതൈസ് ചെയ്യുന്നതിന് പകരം അവരുടെ കൂടെ ആയിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും പാലിയേറ്റീവ് കെയർ എന്നുള്ളൊരു സംഭവം കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ ക്യാൻസർ വന്ന കിടപ്പിലായിട്ടുള്ള രോഗികൾക്ക് ഒരു കൈത്താങ് എന്നുള്ളതാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. നമുക്കിപ്പോ ചിലപ്പോൾ ക്യാൻസർ വന്നു, ഇപ്പോൾ മരണം എന്നൊരു യാഥാർത്ഥ്യത്തെ അവർ അഭിമുഖീകരിക്കാൻ അവരെ റെഡിയാക്കുക, അല്ലെങ്കിൽ അവർക്ക് ധൈര്യം പകരുക. അതുപോലെ അവർക്ക് വീട്ടിൽ ചെന്നിട്ട് വാട്ടർ ബെഡ് അല്ലെങ്കിൽ എയർ ബെഡ്, അല്ലെങ്കിൽ മിക്കവർക്കും വേദനയായിരിക്കും, അപ്പൊ അതിനുള്ള മരുന്നുകൾ കൊടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പാലിയേറ്റീവ് കെയർ വഴി നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോ പറഞ്ഞു എന്തൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ക്യാൻസർ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മളിപ്പോ ഇന്ന് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ട് എന്തൊക്കെ വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ ഡേഞ്ചർ സൈൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ നമുക്ക് ഇങ്ങനെയൊക്കെ ഇത് ഒഴിവാക്കാൻ പറ്റും. ഒഴിവാക്കേണ്ടതിന് എക്സസൈസ് ശീലമാക്കുക, അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ദുശീലങ്ങൾ വിട പറയുക, ഇനി ക്രമാനുഗതമായ വൈദ്യപരിശോധന നടത്തുക, അപായ സൂചനകൾ തിരിച്ചറിയുക, സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മുഴകളും തൈമ്പ് പോലത്തെ ഭാഗങ്ങളും ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ അപകട സൂചനകൾ അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് ഇതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറിക്കൊണ്ട് ക്യാൻസർ എന്ന ശത്രുവിനെ ഒഴിവാക്കാം. താങ്ക് യു. നന്ദി പറയുന്നതിനായി സിന്ധുമോൾ തോപ്രാംകുടി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ആദ്യമായി തന്നെ ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടക്കുന്ന 125ാമത് സ്നേഹ സംഗമത്തിൽ നന്ദി പറയുക എന്ന കർത്തവ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുക. ആദ്യമേ തന്നെ നമ്മുടെ എല്ലാമായ സോളമൻ അച്ഛനും ദർശന ക്ലബിന്റെ ഡയറക്ടറുമായ സോളമൻ അച്ഛന് എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തതായി നന്ദി പറയുന്ന നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച റവറ ഫാദർ ജാക്സൺ തെക്കൻപേടിക അച്ഛനാണ്. അച്ഛന് ദർശന ക്ലബിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി പറയുക മുഖ്യ അതിഥിയായ നമ്മുടെ ഡോക്ടർ ടീനു, കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർ, നമുക്ക് വേണ്ടി ക്യാൻസറിനെ കുറിച്ച് നല്ല രീതിയിൽ ക്ലാസ് എടുത്ത ഡോക്ടറിന് ദർശന ക്ലബിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി പറയുന്നു. അടുത്തതായി നന്ദി പറയുക സ്വാഗതം ആശംസിച്ച കുമാരി ഷാലി വെങ്ങണിശ്ശേരിയെ ഏറ്റവും സ്നേഹത്തോടുകൂടി ദർശന ക്ലബിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി പറയുന്നു. അടുത്തതായിട്ട് നന്ദി പറയുക നമ്മൾ റിപ്പോർട്ട് വായിച്ച ജോസിയേട്ടനാണ്. ജോസിയേട്ടന് ദർശന ക്ലബിന്റെ പേരിലും ഇവിടെ കൂടി ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്നേഹത്തോടെ നന്ദി പറയുന്നു. പ്രാർത്ഥനാഗാനം ആലപിച്ച നമ്മുടെ ശ്രീ തങ്കച്ചൻ ജിജയ്ക്കും ദർശന ക്ലബിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. ശ്രീ പിയൂസ് കോട്ടപ്പുറം ദർശന ക്ലബ് പിന്നെ പിയൂസിനും ഈ ദർശന ക്ലബിന്റെ പേരിലും
ഇവിടെ കൂടി ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ശ്രീ ഷിബിൻ ഹാരി ദർശന ക്ലബിന്റെ പ്രസിഡന്റിനും ഈ അവസരത്തില് ഞാൻ നന്ദി പറയുന്നു. അവതരണം നടത്തിയ കുമാരി ഈന എം ജെ നാട്ടിക്കും ദർശന ക്ലബിന്റെ പേരിലും ഇവിടെ കൂടി ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി പറയുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.